ഹായ്. അപ്പോൾ അഗൈൻ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഇന്നത്തെ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നവംബർ 14 എടുത്ത വീഡിയോ ആണ്. ഇപ്പോഴും അപ്ലോഡ് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ വേറെ ഒന്നല്ല, മോൾക്ക് സ്കൂളിലേക്ക് ചിൽഡ്രൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റർ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഈ വട്ടത്തെ ചലഞ്ച് ആയിരുന്നു ഒരു സ്കൂളിൽ. അപ്പോൾ അവൾക്ക് വരയ്ക്കാനറിയാൻ പറഞ്ഞ കാര്യമാണല്ലോ, അവൾക്ക് വരയ്ക്കാനല്ല പെയിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു, എന്നിട്ട് അവളത് പെയിൻറ്റ് ചെയ്തു സ്കൂളിൽ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പിക്ചർ വരയ്ക്കാൻ എനിക്ക് വലിയ അറിവില്ല എന്നുള്ള കാര്യം മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ കുട്ടി തന്നെയാണ് സായ, അവൾ പറഞ്ഞൊരു കാര്യം, ഫോണിൽ ഏതെങ്കിലും ഒരു പിക്ചർ എടുത്തിട്ട് അത് പേപ്പറിലേക്ക് ട്രേസ് ചെയ്യാം. ആ ഫോണിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നമ്മുടെ ആ ഫോണിൻ്റെ സ്ക്രീനുമ്പോൾ പേപ്പർ വയ്ക്കുമ്പോൾ സ്ക്രീൻ മൂവ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമ്മൾ കുറച്ച് പേഷ്യൻസ് എടുത്ത് കുറച്ച് സമയം എടുത്തിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല പിക്ചേഴ്സ് കിട്ടും. അപ്പം ഞാൻ ആദ്യം മൊബൈലിൽ എന്താ വെച്ചാൽ സ്ക്രീൻഷോട്ട് എനിക്ക് വരയ്ക്കാനുള്ള പിക്ചർ ഗൂഗിളിൽ പോയി ഞാൻ ചൂസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. എന്നിട്ട് ഗാലറിയിൽ പോയിട്ട് ഞാനത് നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പം കൂട്ടും കുറയ്ക്കും ചെയ്തു. കാരണം ഗൂഗിളിൽ അത് നോക്കിയപ്പോൾ വളരെ കുഞ്ഞി ഫോട്ടോ ആയിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് വലിപ്പം വേണമെന്ന് തോന്നി. അപ്പോൾ ഞാനത് വലുതാക്കാം, നമ്മളെ കൈ കൊണ്ട് സൂം ചെയ്യില്ലേ, അങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് ഓരോ പിക്ചേഴ്സായിട്ടും ട്രേസ് ചെയ്തെടുത്ത് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് മോളുടെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ അവളുടേതായ ഒരു ലോഗോ എഴുതുന്നതിനകത്ത്. പക്ഷെ അവൾ ഭംഗിയായിട്ട് ചെയ്ത്, പെയിൻറ്റിങ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് റെയിൻബോനൊക്കെ പറ്റി പെയിൻറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ 7 കളേഴ്സ് പഠിച്ചു, അതിൻ്റെ ഓർഡറൊക്കെ ആൾ പഠിച്ചെടുത്തു. അപ്പോൾ അത് അവൾക്കൊരു എഡ്യൂക്കേറ്റീവ് പ്രോഗ്രാം പോലെ എനിക്ക് തോന്നി. അപ്പോൾ ആ വീഡിയോ ആണ് ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ആ ഗൂഗിളിൽ നിന്ന് എടുത്തതിൻ്റെ ട്രേസ് ചെയ്യുന്ന പാട്ട് ഞാൻ വീഡിയോയിൽ ചേർക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമെന്ന്, കാരണം ആ പിക്ചർ ചിലപ്പോൾ കോപ്പിറൈറ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. പക്ഷേ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഇതാണ് ഞാൻ ചെയ്ത മെത്തേഡ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക്, മക്കൾക്ക് എങ്ങനെ ഒരു ഔട്ട്ലൈൻ വരച്ചു കൊടുത്ത് പെയിൻറ്റ് ചെയ്യിക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അത് അക്കംപ്ലിഷ് ചെയ്യാമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാവട്ടെ. കാരണം ഇത് നല്ലൊരു ട്രിക്കാണ്, നമുക്ക് ഈ മൊബൈലിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ട്രേസ് എടുക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം.